ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. തൃശ്ശൂർ പൂരത്തിൻ്റെ സാമ്പിൾ വെടിക്കെട്ട് കാണാൻ പോകുന്ന വീഡിയോ ആണ്. വീഡിയോക്ക് അപ്ലോഡ് ചെയ്യാൻ കുറച്ച് വൈകി. പൂരത്തിൻ്റെ തിരക്കും ക്ഷീണവും മറ്റു തിരക്കൊക്കെ കാരണം വൈകിയതാണ്. അമലയുടെ അവിടുന്നേ ബ്ലോക്കായിരുന്നു. ബ്ലോക്കൊക്കെ ഒഴിവാക്കി ഒരു ഷോർട്ട് കട്ട് വഴി വന്നിട്ട് വീണ്ടും ഞങ്ങൾ ബ്ലോക്കിലേക്ക് തന്നെയാണ് വന്നത്. പിന്നെ വണ്ടി പാർക്ക് ചെയ്യാൻ സ്ഥലം കിട്ടുമെന്നായിരുന്നു അടുത്തൊരു ടെൻഷൻ. അപ്പോൾ വലിയ കുഴപ്പമുണ്ടായില്ല. ഞങ്ങളിങ്ങനെ തപ്പിത്തടഞ്ഞ് നിൽക്കുന്നത് കണ്ടപ്പോൾ ഒരു അങ്കിൾ പറഞ്ഞു അവിടെ ഇട്ടോ കുഴപ്പമില്ല എന്ന് പറഞ്ഞു. അങ്ങനെ പടിഞ്ഞാറക്കോട്ടയിൽ വണ്ടി ഇട്ടിട്ട് ഞങ്ങൾ അവിടെ നിന്ന് നടുവിലാലിൻ്റെ അങ്ങോട്ട് നടന്നു. റോഡൊക്കെ നേരത്തെ ബ്ലോക്ക് ചെയ്ത് തുടങ്ങി വെടിക്കെട്ടൊക്കെ കാരണം. തൃശ്ശൂർ അത്യാവശ്യം ഏറ്റവും തിരക്കുള്ള റോഡാണ് MG റോഡ്. അപ്പോൾ അവിടെ വെടിക്കെട്ടൊക്കെ കാരണമാണ് റോഡൊക്കെ ബ്ലോക്ക് ചെയ്തത്. ഇതെല്ലാം വെടിക്കെട്ട് കാണാൻ പോകുന്നവരാണ് കേട്ടോ. ആ നേരെ കാണുന്നതാണ് തിരുവമ്പാടി വിഭാഗത്തിൻ്റെ പന്തലാണ്. ഇതിങ്ങനെ ഓരോ ഷോപ്പിൻ്റെ മുന്നിലാണ് കേട്ടോ. ഈ ഒരു ഷോപ്പിൻ്റെ മുന്നിൽ എല്ലാ തവണയും കാണും ഇതുപോലത്തെ എന്തെങ്കിലും. രസമുണ്ടായിരുന്നു. എല്ലാവരോടും സെൽഫി എടുക്കലും ഫോട്ടോ എടുക്കലൊക്കെ ആയിരുന്നു. എനിക്ക് ഒട്ടും മടുപ്പും ക്ഷീണവും ഒന്നും തോന്നാത്തൊരു കാര്യമുണ്ട് തൃശ്ശൂർ പൂരം. ഞാൻ എത്ര നേരം വേണമെങ്കിലും ഇങ്ങനെ നിൽക്കും. ഞങ്ങൾ 5 മണിയായി ഇറങ്ങിയപ്പോൾ. വൈകിട്ടുണ്ടാവുമെന്ന് കരുതി, അവിടെ സ്ഥലമൊക്കെ കിട്ടുമെന്ന് കരുതിയിട്ടാണ് വന്നത്. പക്ഷേ കുഴപ്പമുണ്ടായിരുന്നില്ല. ഇത്തവണ അങ്ങനെ വലിയ കുഴപ്പമുണ്ടായിരുന്നില്ല. റോഡിലോട്ടൊക്കെ കയറ്റി നിർത്തുമായിരുന്നു. ഞങ്ങൾ തൃശ്ശൂർ സെറ്റിലായിട്ട് ഇതുവരെ സാമ്പിൾ വെടിക്കെട്ട് മിസ് ചെയ്തിട്ടില്ല കേട്ടോ. ഞങ്ങൾ കാണാൻ വരുമായിരുന്നു. ഞങ്ങളെല്ലാവരും വരും. ഇത്തവണ അച്ഛൻ വന്നില്ല. അച്ഛൻ എന്തോ വയ്യ ക്ഷീണമെന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ 3 പേരും പോന്നു. സെൽഫി എടുത്ത് സമയം കളയായിരുന്നു. 7 മണിയായിരുന്നു സമയം. പക്ഷേ 7:30 ആയിട്ടോ വെടിക്കെട്ട് തുടങ്ങിയപ്പോൾ. കുറേ നേരം ഈ ബലൂൺ ചേട്ടൻ അവിടെ നിന്നു കേട്ടോ. ആരും മേടിക്കുന്നില്ല എന്ന് കണ്ടപ്പോൾ ചേട്ടനങ്ങ് പോയി. എനിക്കൊരെണ്ണം വാങ്ങിയാൽ കൊള്ളാമെന്നുണ്ടായിരുന്നു, വാങ്ങിച്ചില്ല. ഈ റെസ്ട്രിക്ഷൻസ് ഒക്കെ വരുന്നതിന് മുന്നേ, തൊട്ട് മുന്നത്തെ കൊല്ലം ഈ സാമ്പിൾ വെടിക്കെട്ട് ഞാൻ പൂരപ്പറമ്പിൽ നിന്നിട്ട് ഏകദേശം അടുത്ത് നിന്ന് കണ്ടിട്ടുണ്ട്. അതിന് ശേഷമാണ് പിന്നെ റെസ്ട്രിക്ഷൻസ് ഒക്കെ വന്നത്. പിന്നെ ഇങ്ങനെ റോഡിലൊക്കെ നിന്നായിരുന്നു കണ്ടത്. ഇപ്പോൾ ഇത്തവണ വലിയ കുഴപ്പമുണ്ടായിരുന്നില്ല. അങ്ങോട്ടേക്ക് കയറ്റി വിട്ട് റോഡിൽ നിന്ന് കാണാമായിരുന്നു. മറ്റത് കുറേ ഇറക്കിയിട്ടാണ് ഞങ്ങൾ നിർത്തിയിട്ടുണ്ടാവുക. ഏഴുമണി കഴിഞ്ഞു കേട്ടോ. അങ്ങനെ കാത്തിരിപ്പിനൊടുവിൽ തിരുവമ്പാടി വിഭാഗത്തിൻ്റെ ഒരു 7:30 തുടങ്ങി. അങ്ങനെ തിരുവമ്പാടി വിഭാഗത്തിൻ്റെ കഴിഞ്ഞു. തുടക്കം കുറച്ച് ശോകമായിരുന്നു കേട്ടോ. പിന്നെ 1 മണിക്കൂർ കഴിഞ്ഞിട്ടാണ് പാറമേക്കാവിൻ്റെ തുടങ്ങിയത്.
വെടിക്കെട്ട് കഴിഞ്ഞ് തിരിച്ച് പോരാൻ പറ്റണ്ടായിരുന്നില്ല, നല്ല തിരക്കായിരുന്നു. കുറച്ച് നേരം ഞങ്ങൾ പിന്നെ മാറി നിന്നു, തിരക്കൊന്ന് ഒതുങ്ങിയിട്ട് പോകാമെന്ന് വിചാരിച്ചു. അസാധ്യ തിരക്കായിരുന്നു കേട്ടോ. സാമ്പിൾ വെടിക്കെട്ട് കഴിഞ്ഞിട്ട് ഇത്രയും തിരക്ക് ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ കാണുന്നത്. ഒരു രക്ഷ ഉണ്ടായിരുന്നില്ല, നടക്കാനേ പറ്റുന്നില്ല. നടുവിലാലിൻ്റെ അവിടെ മുതൽ പടിഞ്ഞാറക്കോട്ട വരെ ഇങ്ങനെ തിരക്കായിരുന്നു. ഇനി നറുവീൻ്റെ സർബത്തൊക്കെ കുടിച്ച് ഞങ്ങളിനി പോന്നു. വെടിക്കെട്ട് അടിപൊളിയായിരുന്നു, പാറമേക്കാവിൻ്റെ ആയിരുന്നു, സൂപ്പറായിരുന്നു അത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ബാക്കി പൂരത്തിൻ്റെ വിശേഷങ്ങളൊക്കെ ആയിട്ട് അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. ടാറ്റാ.